സിനിമയിലെ ഏറ്റവും ആദ്യ മുഖങ്ങൾ എന്നുള്ള രീതിയിൽ ഏറ്റവും സ്നേഹത്തോടെ ഓർത്ത് വെക്കുന്ന മുഖങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ അവരൊരു സ്ട്രോങ് വുമണാണ്, ഒരു സ്ട്രോങ് ലേഡിയാണ്, ഒരു ഡയറക്ടറാണ്, ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഷീലാമ്മ. അതേപോലെ തന്നെ മീന ചേച്ചിയും. കാര്യം വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി തന്നെയാണ് അവരും. ആൻഡ് അനശ്വര, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് മുഖമായിട്ടുള്ള അനശ്വരയും നമ്മുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്തു. അനശ്വരയും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ ഒരു ഉൾഗ്രാമത്തിൽ നിന്നൊക്കെ വന്ന് സിനിമയിലേക്ക് എത്തി ഇപ്പോൾ കൃത്യമായിട്ട് നിലപാടുകൾ പറയാനറിയുകയും കൃത്യമായി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർ 3 പേർ ചേർന്ന് നമ്മുടെ രാവിലത്തെ സെക്ഷൻ ഇനോഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കോമ്പറ്റീഷൻസിലേക്കാണ് കടന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്നത്തെ ലിറ്ററേച്ചർ കോമ്പറ്റീഷൻസിന് ജഡ്ജായിട്ടെത്തിയ അശ്വതി ശ്രീകാന്ത്, അശ്വതിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലേക്ക് ഇരിക്കുക അശ്വതി. ഞാൻ ആരാണ് ജഡ്ജ് എന്നുള്ള ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം അശ്വതി പലരുടെയും സുഹൃത്താണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വിളികളോ കോളുകളോ ഒന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമേ അശ്വതി അടുത്ത് പറഞ്ഞു, അശ്വതി ഈ പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരിയാണ്, ഒരു ഒറേറ്ററാണ്, ഒരു ആക്ട്രസ്സാണ്, അങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അശ്വതിയോട് ഞാൻ വിളിച്ചപ്പോഴും ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇതിന് വലിയൊരു പ്രൊഫഷണൽ തലമൊന്നും നോക്കണ്ട. അതായത് ഇന്നത്തെ ഒരു ദിവസം നമ്മളൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഉള്ളിൽ എവിടേക്കോ പൊടിതെട്ടി കിടന്ന 2 വരികൾ നമ്മൾ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ടാൽ മതി, അത്രയും ലളിതമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇന്ന് ആക്ച്വലി ജഡ്ജ് ചെയ്ത് ഡയറക്ടർ അജയ് വാസുദേവും സാറുമാണ്. അദ്ദേഹം ഇതുവരെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുത്തു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് വൈകി, അതുകൊണ്ട് പലർക്കും തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ട് പലരും നമ്മളെ സ്റ്റേജിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഒന്ന് അഭിമുഖീകരിച്ച് സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട അശ്വതിയെ ക്ഷണിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വുമൻസ് ഡേയുടെ ആശംസകൾ. മലയാളത്തിന് അത്രയും സുപരിചിതമായിട്ടുള്ള കുറച്ച് സ്ത്രീ മുഖങ്ങൾ ഒരുമിച്ചിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ അമ്മയുടെ ഒരു പ്രോഗ്രാമിന് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ അതുകൊണ്ടും ഭയങ്കര സന്തോഷമുണ്ട്. കഥകളും കവിതകളും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നോട് സരയു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല, ഞാൻ എപ്പോഴും ആരെയും ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ എഴുതുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെൻ്റ് ഔട്ടാണ്. നമ്മളിതിപ്പോൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിലും എല്ലാവരും ഒരു ഡയറി കുറിപ്പെങ്കിലും എഴുതണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം അത് നമുക്ക് തരുന്ന മെൻ്റൽ റിലീഫ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് തന്നെ അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആരോടും പറയില്ല. പക്ഷെ ഇത് കൂട്ടി വെച്ച് ഇത് ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും ആളുകൾ കാണുക. അപ്പോൾ ഒരു പറയും, ഇവളെന്തിനാ ഇത്രയ്ക്ക് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പൈലപ്പ് ചെയ്ത് വെച്ചത് എന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ജേർണലിങ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറി എഴുതുക, നമ്മൾ വെൻ്റ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഡയറി സ്വന്തമായിട്ട് സൂക്ഷിച്ച് അതിനകത്ത് എന്തൊക്കെയാണ് എൻ്റെ ഇമോഷൻസ്, ഞാൻ എന്ത് കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയൊരു കുറിപ്പായിട്ടെങ്കിലും എഴുതി വെക്കുമ്പോൾ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. അപ്പോൾ ശരിക്കും അത് ഭയങ്കര നല്ല പ്രോസസ്സാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് ട്രൈ ചെയ്യണം. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ നമ്മുടെ കണ്ണും നമ്മുടെ ബ്രെയിനും നമ്മുടെ കൈയും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മുടെ സെൻസുകളൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഇവരൊക്കെ അറിയുന്നുണ്ട് ഈ വിഷമം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പോൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നാം, കരച്ചിൽ തോന്നാം, അങ്ങനെയൊക്കെ തോന്നാം. നമുക്ക് പാസ്റ്റ് എഴുതി കളയാം. നമുക്ക് ആരെയും കാണിക്കാനല്ലാതെ നമുക്ക് ദേഷ്യമുള്ള അത്തരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കത്ത് എഴുതിയിട്ട് വെറുതെ അത് കീറിക്കളയാം. പക്ഷെ അതുപോലും ഭയങ്കര പവർഫുള്ളാണ്. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അപ്പോൾ വിചാരിക്കും, ഓക്കെ ഇത് കഴിഞ്ഞല്ലോ, നമ്മളത് പറഞ്ഞല്ലോ, തീർന്നല്ലോ എന്ന് വിചാരിക്കാനുള്ള പൊരുത്തപ്പെട്ട് കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര സമാധാനം തരുന്നൊരു പ്രോസസ്സാണ് എഴുത്ത്. അപ്പോൾ ഞാൻ പലപ്പോഴും എഴുത്തിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും നിങ്ങളുടെയൊക്കെ ആ ഒരു അറ്റംപ്റ്റ്, ഇപ്പോൾ നമുക്കറിയാം ഒരു വിഷയം നമ്മൾ ഇന്നലെ ഒരു 3-4 വിഷയങ്ങൾ സജസ്റ്റ് ചെയ്തതെന്ന് ലോട്ടിട്ടിട്ടാണ് ആ ഒരു വിഷയങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് കഥയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപരിചിതനുള്ള കത്ത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ചിലരതിനെ കണ്ടിരിക്കുന്നത് സ്വയം ഒരു അപരിചിതനായിക്കൊണ്ട് വേറൊരാൾക്ക് കത്ത് എഴുതുന്ന പോലെ എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. ചിലർ ഒരു അപരിചിതൻ്റെ കത്ത് ഒരാളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടായത് എങ്ങനെയാണെന്നൊരു തേർഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. അപരിചിതൻ്റെ കത്ത് റിസീവ് ചെയ്തപ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച്
ഒരു വ്യക്തി പറയുന്നത് പോലെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ പേഴ്സ്പെക്റ്റീവിൽ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറവിയെക്കുറിച്ചായിരുന്നു കവിതകൾ. മറവിയെക്കുറിച്ചുള്ള കവിത വായിച്ച് സത്യം പറഞ്ഞ് ഞാൻ ചിരിച്ചു. കാരണം കുറച്ച് നല്ല രസമായിട്ട് ഞാൻ ആരാന്ന് തന്നെ ഞാൻ മറന്നുപോയി എന്നുള്ള തരത്തിലാണ് മിക്ക കവിതകളും എൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ചിരി വന്നു. പക്ഷെ എന്നാലും അതിനകത്ത് ഭയങ്കര ഡെപ്ത് ഉണ്ട് കേട്ടോ അങ്ങനെ പറയുമ്പോൾ പോലും. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് കവിതകളും കഥകളും ഒക്കെ വായിക്കാൻ പറ്റി. പക്ഷെ ഇതൊന്നും ആരാ എഴുതിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് ചെസ് നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളിലൊക്കെ ആരൊക്കെയോ ആണല്ലോ ഇത് എഴുതി എന്നുള്ളൊരു സന്തോഷം തോന്നിയത്. ഇല്ല എന്തായാലും ഫസ്റ്റും സെക്കൻഡും ഒക്കെ അനൗൺസ് ചെയ്യുമ്പോഴെങ്കിലും അത് ആരാന്നുള്ളത് എനിക്കറിയാമല്ലോ. ഈ പുറത്തിറങ്ങുമ്പോൾ എന്നെ കാണേണ്ട പോലെ കാണുകയാണെങ്കിൽ ഞാൻ ഇത് പറയൂല. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് അനൗൺസ് ചെയ്യാം. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരെയും പല വേദികളിലായിട്ടും അല്ലാതെയൊക്കെ പേഴ്സണലി ഒക്കെ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിഷിങ് യു ഓൾ എ വണ്ടർഫുൾ വുമൻസ് ഡേ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് റിയലി വെൽ. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. അവനവനെ നന്നായിട്ട് ചേർത്ത് പിടിക്കൂ എന്നാണ് എല്ലാ പെണ്ണുങ്ങളോടും സ്നേഹത്തോടെ പറയാനുള്ളത്. കവിതയിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. കവിതയിൽ ഫസ്റ്റ് പൊസിഷൻ ഗോസ് ടു ചെസ് നമ്പർ 1. Second prize goes to chess number 5. Kadha first prize goes to chess number 3. Second prize goes to chess number 6. ഒരു third prize കൂടി ഉണ്ട് കേട്ടോ. Third prize goes to chess number 5. അടുത്ത നമ്മുടെ ഡ്രോയിങ്ങിന്റെ റിസൾട്ട്സ് ആണ്. ഡ്രോയിങ്ങിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ 8. സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 4 ആൻഡ് തേർഡ് പ്രൈസ് ചെസ് നമ്പർ 10. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അശ്വതിക്കുള്ളൊരു സ്നേഹോപഹാരം നൽകാനായിട്ട് ഞാൻ പ്രിയപ്പെട്ട ജയൻ ചേട്ടനെ ബാബുചേട്ടനെ ക്ഷണിക്കുകയാണ്. അത് നമുക്ക് ഈ ഇന്നത്തെ ഒരു വലിയ പ്രോഗ്രാം രാവിലെ തൊട്ട് തുടങ്ങിയ നമ്മളുടെ ഈ ഒരു ഇവൻറ്റ് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ജനഗണമനയോടെ നമുക്കിതൊന്ന് ഔദ്യോഗികമായി ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलति तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.